ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കമുള്ള പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ ഇഡിക്ക് കൈമാറും. എല്ലാ പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴിപ്പകർപ്പുകൾ നൽകും. നിയമതർക്കം ഒഴിവാക്കാൻ കൂടിയാണ് SITയുടെ നീക്കം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ് ഹരിമോഹൻ. വൺസ് അഗെയിൻ SIT നിർണായകമായ നീക്കത്തിലേക്ക് കടക്കുന്നു. ഇഡിക്ക് എല്ലാ മൊഴിപ്പകർപ്പുകളും കൈമാറാൻ പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇനിയിപ്പോൾ ഈ മൊഴിപ്പകർപ്പുകളൊക്കെ ചിലപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർക്കും കിട്ടിയേക്കാം എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ചില ആളുകളുടെയൊക്കെ പേരുകളുണ്ട്, ഉന്നതരുടെയൊക്കെ പേരുകളുണ്ട്. പ്രത്യേകിച്ച് പത്മകുമാർ പറഞ്ഞ മൊഴിയിൽ അതൊക്കെ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും അരുൺ, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായിട്ടുള്ള എല്ലാ പ്രതികളുടെയും രേഖപ്പെടുത്തിയ 202 സാക്ഷികളുടെയും മൊഴികൾ വേണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇഡി SITക്ക് ഒരു കത്ത് നൽകിയത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ SIT അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു നിയമപരമായി ആലോചിക്കുന്നുണ്ടായിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കം മൊഴികൾ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രധാന പ്രശ്നമായിട്ട് കണ്ടത് അതിൽ നിരവധിയായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുകളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളുണ്ട്, സിനിമാ താരങ്ങളുടെ പേരുകളുണ്ട്. അപ്പോൾ അവയെല്ലാം തന്നെ ഇഡിയുടെ കൈകളിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചേക്കാം തുടങ്ങിയ ആശങ്കകൾ SITയെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൽ നിയമോപദേശം തേടാൻ വേണ്ടി SIT തീരുമാനിച്ചത്. അങ്ങനെ നിയമതർക്കം ഒഴിവാക്കണമെങ്കിൽ അത് നൽകേണ്ടതുണ്ട്, അതായത് മൊഴിപ്പകർപ്പുകൾ പൂർണ്ണമായും നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇഡിക്ക് കോടതിയെ ബന്ധപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് നിയമോപദേശമായി ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പൂർണ്ണമായിട്ടും എല്ലാ പ്രതികളുടെയും എല്ലാ സാക്ഷികളുടെയും മൊഴിപ്പകർപ്പുകൾ നൽകാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നത്. ഈ മൊഴിപ്പകർപ്പുകൾ വാങ്ങാനായി നാളെ ഇഡി ഉദ്യോഗസ്ഥർ SITയുടെ തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ഓഫീസിൽ നേരിട്ടെത്തും. അവിടെ വെച്ചായിരിക്കും ഈ മൊഴി കൈമാറ്റം നടക്കുക എന്നുള്ളതാണ്. എന്തായാലും വളരെ അപൂർവമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ് ഈ മറ്റ് കേന്ദ്ര ഏജൻസി, സംസ്ഥാന ഏജൻസിയുടെ കയ്യിൽ നിന്ന് മൊഴി പകർപ്പുകൾ വാങ്ങുക എന്ന് പറയുന്നത്, അതും ഓഫീസിലെത്തിക്കൊണ്ട്. അരുൺ, ഓക്കെ, ആ മൊഴിപ്പകർപ്പുകൾ അവർ വിശദമായി പരിശോധിക്കും. കുരുക്ക് മുറുകുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കുരുക്കിയല്ലേ പല വാർത്തകളിലും ഈ കുരുക്ക് നമ്മൾ കാണാറുണ്ട്. ഇത് യഥാർത്ഥത്തിലുള്ള കുരുക്കാണ് കേട്ടോ. SITയുടെ പിടിയിൽ നിന്ന് വരുന്നു, ഇഡിയുടെ കൈകളിലേക്ക് പോകുന്നു. ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക്.